ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഞങ്ങളുടെ ഊട്ടിയുടെ ലാസ്റ്റ് ഡേ ആണിന്ന്. അതുകൊണ്ട് തന്നെ എന്നത്തെക്കാളും നേരത്തെ ഇന്ന് എണീറ്റ് റെഡിയായി എല്ലാം പാക്ക് ചെയ്തു. ഇന്ന് റൂം വെക്കേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. എല്ലാം പാക്ക് ചെയ്തപ്പം കുറച്ച് ലേറ്റായി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അവിടെ ഉണ്ടായിരുന്നത് പൂരിയും ഇഡ്ഡലിയും ആയിരുന്നു. ഞാൻ പൂരിയാണ് എടുത്തത്. അങ്കവും പൂരി കഴിച്ചു. ഇടയ്ക്ക് ഇഡ്ഡലിയും ചേണ്ടേന്ന് കൊടുത്തായിരുന്നു, അപ്പം അതും കഴിച്ചു. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പം അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ആൻറ്റി വന്നായിരുന്നു. അങ്കൂൻ്റെ അടുത്ത് നല്ല കാര്യമായിരുന്നു. അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. നല്ലൊരു ഹോംലി ഫീലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അവിടുത്തെ ബാൽക്കണിയിൽ പോയി. ബാൽക്കണിയിൽ നിന്ന് നല്ലൊരു വ്യൂ ആയിരുന്നു. മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റും കൂടെ ആയിരുന്നു. പിന്നെ ഇരിക്കാനായിട്ട് ചെയേഴ്സും ടേബിൾസൊക്കെ ഉണ്ടായിരുന്നു. സോ അവിടെ ഇരുന്നും നമുക്ക് കുറേ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സ്പോട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. Super. Bye, bye, mummy bye. Mummy bye. എവിടെ താമസിക്കുന്ന? എവിടെ വീട്? വീട് எப்படி எங்க நடந்து வரணும்? ரொம்ப தூரம். அடடா, அங்க பாரு, அங்க பாரு, அங்க பாத்தியா? அங்கெல்லாம் கேரட் எல்லாம் இருக்குது, வேணுமா? அங்க குட்டி, தங்க குட்டிக்கு என்ன வேணும்? தண்ணி வேணும். ஓ பாரு, எப்படி மூஞ்சி கோவத்துல வச்சிருக்குது. പിന്നെ ഞങ്ങൾ നേരെ റൂം ചെക്കൗട്ട് ചെയ്യാനായിട്ട് പോയിട്ട് എല്ലാവർക്കും യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇന്ന് വെക്കേറ്റ് ചെയ്തിട്ട് നേരെ വീട്ടിലോട്ട് പോകാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഊട്ടിയിലേക്ക് പോകാനായിട്ട് പറ്റിയില്ല. ഇന്നലെ ലേറ്റ് ആയതുകൊണ്ട് പൈൻ ഫോറസ്റ്റ് വരെ പോയുള്ളൂ. പിന്നെ അതുകൊണ്ട് ഇന്ന് ലേക്കും കൂടി കയറിയിട്ട് ടൈം ഉണ്ടെങ്കിൽ ഒരു പ്ലേസും കൂടി വിസിറ്റ് ചെയ്ത് പോകാമെന്ന് പ്ലാൻ ചെയ്തു. ലേക്ക് എത്തിയല്ലോ. ബോട്ട് ഹൗസ്. അങ്ങനെ ഞങ്ങൾ നേരെ ഊട്ടി ലേക്കിലോട്ട് പോയി. കയറി പോകുമ്പോൾ തന്നെ പാർക്കിംഗ് ഫീ ഉണ്ട്. 80 റുപ്പീസായിരുന്നു കാർ പാർക്കിങ്ങിന് വന്നത്.
ബോട്ട് ഹൗസിൻ്റെ ഉള്ളിലോട്ട് പോകാനായിട്ട് അഡൾട്ട്സിന് 20 റുപ്പീസ് ആയിരുന്നു. അങ്ങനെ അതും പേ ചെയ്തിട്ട് ഞങ്ങൾ അകത്തോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ നേരെ ഒരു റൈഡിന് കയറി. കുറേ റൈഡൊന്നും അങ്കുവിന് കയറാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേ പോയില്ല. അതെല്ലാം 5 ഇയേഴ്സിന് എബോവ് ആയിരുന്നു. മതിയാ അവിടെ അല്ല അവിടെ ആളുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബോട്ടിങ്ങിന് കയറി. ബോട്ടിങ്ങിന് 800 ആയിരുന്നു ഫീ. ഒരു ബോട്ടിന് 800 എങ്ങനെയായിരുന്നു കണക്ക്. അപ്പം നമ്മൾ മാത്രമായിട്ട് പോകണമെങ്കിലും 800 ആവും, അല്ല ഫാമിലി ആയിട്ട് 8 പേർക്ക് പോയാലും 800 തന്നെയായിരുന്നു. അങ്ങനെ 800 രണ്ടുപേർക്ക് കളയണമല്ലോ എന്ന് വിചാരിച്ച് നിന്നപ്പം ഒരു ഫാമിലിയെ കണ്ടായിരുന്നു. അവർ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ ഞങ്ങളെ കൂടെ അവരുടെ കൂടെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ 6 പേരായിട്ട് ബോട്ടിൽ കയറാനായിട്ട് പോയി. നല്ല വെള്ളദാഹമായിരുന്നു. അങ്ങനെ ഡ്രിങ്കിങ് വാട്ടർ എല്ലായിടത്തും ചോദിച്ച് ഒരു കടയിലും ഡ്രിങ്കിങ് വാട്ടർ ഇല്ല. എല്ലായിടത്തും ജ്യൂസ്, കോഫി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചോദിച്ച് ലാസ്റ്റ് ബോട്ടിങ്ങിൻ്റെ അവിടെ താഴെ ആയിരുന്നു ഒരു കടയിൽ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി മേടിച്ചിട്ടാണ് ബോട്ടിങ്ങിന് കയറിയത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കുറച്ച് പേരെ പരിചയപ്പെടാനും പറ്റി. അങ്ങനെ ഞങ്ങൾ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി. ബോട്ട് ഹൗസിൻ്റെ അവിടെ അത്യാവശ്യം പോയതിൽ വെച്ചിട്ട് നല്ല തിരക്ക് അവിടെ ആയിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ഒരു ചോക്ലേറ്റ് കട കണ്ടു. അത് ഞങ്ങൾ ചോക്ലേറ്റ് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് മേടിക്കാൻ കയറി. അങ്കു അപ്പോഴേക്കും ഉറങ്ങി. പിന്നെ അവനെ വെച്ചിട്ട് ഞാനവിടെ ഇരുന്നു. ചേട്ടനെല്ലാം ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഞങ്ങൾ അടുത്ത് പോയത് റോസ് ഗാർഡനിലാണ്.
അവിടെ വെച്ച് ചെറുതായിട്ട് പോസ്റ്റായി. അവരുടെ ടിക്കറ്റ് എടുക്കുന്ന മെഷീൻ കേടായി. അങ്ങനെ അവർ മെഷീൻ മാറ്റാനായിട്ട് അവരുടെ അപ്പുറത്തുള്ള ഓഫീസിൽ പോയി വേറെ മെഷീൻ എടുത്തിട്ട് വന്നിട്ടാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് തന്നത്. അങ്ങനെ അതിനുവേണ്ടി കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇതൊക്കെയായിരുന്നു റോസ് ഗാർഡനിലെ കാഴ്ചകൾ. നിറയെ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. പല ടൈപ്പിലുള്ള റോസാണ് വെച്ചിരിക്കുന്നത്. ഊട്ടിയിൽ പോയതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഗാർഡൻ കർണാടക ഗാർഡൻ ആയിരുന്നു. ടൈം ഏകദേശം അവിടെ നിന്ന് ഇറങ്ങിയപ്പം 1-1:30 ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ലഞ്ചും കഴിച്ചിട്ടില്ല. പോകുന്ന വഴിക്ക് ലഞ്ചും കഴിക്കണം. അങ്ങനെ ഞങ്ങളുടെ ഊട്ടി ട്രിപ്പ് എൻഡായി. ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് തെങ്കാശിയിലാണ്, ഞങ്ങളുടെ വീട്ടിലേക്ക്. അങ്ങനെ മലയൊക്കെ ഇറങ്ങി ഏകദേശം ആയപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയപ്പം കഴിച്ച ടീ ഷോപ്പ് കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി അതേ കഴിച്ച ടീയും പിന്നെ കാലാനെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഷും വാങ്ങിച്ച് കഴിച്ചു. അത് നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഒന്നുകൂടി കഴിക്കാൻ തോന്നിയിട്ട് മേടിച്ചതാണ്. So they say for everything a reason, for every ending a new beginning. So they say അങ്ങനെ ഞങ്ങൾ ധാരാപുരം എത്തിയപ്പം ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഏകദേശം 10:30 ആയി കാണും. ഞങ്ങൾ ദണ്ഡുക്കൽ തലപ്പാക്കട്ടിയിലാണ് കയറിയത്. ഏകദേശം 5 മണിയായി വീട്ടിലെത്തിയപ്പോൾ. അമ്മയെ വിളിച്ച് നേരത്തെ പറഞ്ഞായിരുന്നു എത്താറായെന്ന്. അങ്ങനെ അമ്മ വന്ന് ഗേറ്റൊക്കെ തുറന്നു. ഇതോടെ ഞങ്ങളുടെ ഊട്ടി വ്ലോഗ് അവസാനിച്ചു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. See you guys in next vlog. Bye.